കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരവുമായി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി പറയാം, കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിൽ ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കാശ്മീരി നാടോടി കഥയാണ്. കഥ മാത്രമല്ല, കുറച്ച് വർത്തമാനമൊക്കെ അവസാനമുണ്ട്. അപ്പോൾ നമുക്ക് കഥയിലോട്ട് കിടക്കാം. പണ്ട് 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 അങ്ങ് കാശ്മീരിൽ ദയാലുവായ ഒരു രാജാവുണ്ടായിരുന്നു. തൻ്റെ രാജ്യത്ത് നിന്ന് ആളുകൾ അപ്രത്യക്ഷമാവുന്ന വാർത്ത അദ്ദേഹത്തിൻ്റെ ചെവികളിലെത്തി. തൻ്റെ പ്രജകൾക്ക് നേരിടേണ്ടി വന്ന ഈ ദുസ്ഥിതി അദ്ദേഹത്തെ ഒട്ടൊന്നുമല്ല അലട്ടിയത്. ഇതിൻ്റെ പിറകിൽ ആരാണെന്ന് കണ്ടുപിടിക്കുമെന്ന് അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്തു. ആരുമറിയാതെ വേഷപ്രച്ഛന്നനായി അദ്ദേഹം രാജ്യത്തെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി നടന്നു. ഭിക്ഷുവിൻ്റെ വേഷത്തിൽ ഒരു കയ്യിൽ ഭിക്ഷാപാത്രവുമായി ഊരു ചുറ്റുന്ന രാജാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. തൻ്റെ ഊരു ചുറ്റലിനിടയിൽ ഒരു ദിവസം അദ്ദേഹം വിജനമായ ഒരു മൈതാനത്ത് ചെന്നുപെട്ടു. അവിടെ ഒരു കോണിൽ സന്യാസിയെപ്പോലെ ഒരാൾ തറയിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നത് രാജാവ് കണ്ടു. ധ്യാനത്തിന് ശേഷം കണ്ണു തുറന്നപ്പോൾ തൻ്റെ മുന്നിൽ ഒരു ഭിക്ഷു എന്തോ ചോദിക്കുവാനായി കാത്തു നിൽക്കുന്നത് അയാൾ കണ്ടു. രാജാവിനെ അയാൾ തിരിച്ചറിഞ്ഞതുമില്ല. നേരം ഇരുട്ടിത്തുടങ്ങി. ഒരു രാത്രി കഴിച്ചു കൂട്ടാൻ പറ്റിയൊരു ഇടം കിട്ടിയാൽ നന്നായിരുന്നു, രാജാവ് അയാളോട് പറഞ്ഞു. ഇന്ന് രാത്രി അങ്ങേക്ക് എൻ്റെ വീട്ടിൽ കഴിയാമല്ലോ. അത്താഴത്തിനുള്ള വക എൻ്റെ ഭാര്യ കരുതിയിട്ടുണ്ടാകും. അത് നമുക്ക് 2 പേർക്കും പങ്കുവെച്ച് കഴിക്കാം. രാജാവ് സസന്തോഷം അയാളുടെ ക്ഷണം സ്വീകരിച്ചു. രാജാവിനെയും കൂട്ടി അയാൾ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തിയ അയാൾ അതിഥിയെ അവിടെ ഇരുത്തി. ഭാര്യയോട് ഭക്ഷണം വിളമ്പാൻ ഏർപ്പാടാക്കിയിട്ട് പഴങ്ങൾ ശേഖരിക്കാനായി പുറത്തേക്ക് പോയി. സുഭകനും കുലീനനുമായ അതിഥിയോട് ആ സ്ത്രീക്ക് അങ്ങേയറ്റം ആദരവ് തോന്നി. തൻ്റെ ഭർത്താവ് ചമയുന്ന ആൾ സത്യത്തിൽ ഒരു രാക്ഷസനാണെന്നും തന്നെ അയാൾ തടവിലിട്ടിരിക്കുകയാണെന്നുമുള്ള സത്യം അവൾ അതിഥിയോട് പറഞ്ഞു. അമ്പരന്ന് നിൽക്കുന്ന രാജാവിനോട് ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു: രാക്ഷസൻ മടങ്ങിയെത്തും മുമ്പ് അങ്ങ് ഇവിടെ നിന്നും രക്ഷപ്പെടണം. ഈ ദേശത്തെ എത്രയോ ആളുകളെ അവൻ ഭക്ഷിച്ചു കഴിഞ്ഞുവെന്നോ. അങ്ങ് രക്ഷപ്പെട്ടുവെന്ന് അറിഞ്ഞാൽ പുറകെ തന്നെ രക്തദാഹികളായ 3 വേട്ടപ്പട്ടികളെ ആ രാക്ഷസൻ പറഞ്ഞുവിടും. ഞാൻ തരുന്ന ഈ 3 അപ്പങ്ങളിൽ ഓരോന്ന് വീതം അതിലോരോന്നിനും നൽകിയാൽ അവ അങ്ങയെ ഉപേക്ഷിച്ച് രാക്ഷസൻ്റെ അടുത്തേക്ക് തന്നെ തിരികെ ചെന്നുകൊള്ളും. ഇത് പറഞ്ഞ ശേഷം അവൾ 3 അപ്പങ്ങൾ നൽകി രാജാവിനെ യാത്രയാക്കി. തൻ്റെ സുരക്ഷയിൽ ഇത്രയധികം ഉത്കണ്ഠ കാണിച്ച ആ സ്ത്രീയോട് നന്ദി പറഞ്ഞ് രാജാവ് കൊട്ടാരത്തിലേക്ക് തിരിച്ചു. മാർഗമധ്യേ വേട്ടപ്പട്ടികൾ അദ്ദേഹത്തെ പിടികൂടാനായി പുറകെ ചെന്നുവെങ്കിലും സ്ത്രീ പറഞ്ഞതനുസരിച്ച് രാജാവ് ഒരു പോറൽ പോലും ഏൽക്കാതെ കൊട്ടാരത്തിൽ തിരിച്ചെത്തി. കൊട്ടാരത്തിൽ ചെന്ന ഉടനെ രാജാവ് തൻ്റെ പ്രജകളെ വകവരുത്തിയ രാക്ഷസനെയും അവൻ അടിമയാക്കി വെച്ചിരിക്കുന്ന സാധു സ്ത്രീയെയും അരമനയിലെത്തിക്കുവാൻ ഉത്തരവിട്ടു. പട്ടാളക്കാർ അവരെ പിടികൂടി രാജാവിൻ്റെ മുന്നിൽ ഹാജരാക്കി. ക്രൂരനും കൊലപാതകിയുമായ രാക്ഷസനെ തുറങ്കിലടച്ചു. തന്നെ രക്ഷിച്ച പാവം സ്ത്രീക്ക് രാജാവ് കൈ നിറയെ സമ്മാനങ്ങൾ നൽകുകയും കൊട്ടാരം സൂക്ഷിപ്പുകാരാക്കുകയും ചെയ്തു. ഇത്രയുമാണ് കഥ. ഇതൊരു കാശ്മീരി നാടോടിക്കഥയാണ്. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാ വർഷവും ഇപ്പോൾ പൊതുവെ ചൂട് കൂടുതലാണ്. കാലാവസ്ഥ വ്യതിയാനമൊക്കെ നമ്മളേറെ പിടികൂടിയിരിക്കുകയാണ്. അതിൻ്റെ വർധനവ് സമസ്ത മേഖലയിലുണ്ട്. അതായത് നനച്ചിരിക്കാതെയുള്ള മഴ,
ചിലയിടങ്ങളിൽ ശൈത്യം, അതിശൈത്യം, കാറ്റ്, പേമാരി, ചൂട്. അപ്പോൾ ചൂടിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ നല്ല ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അതിൻ്റെ ഇടയിലാണ് ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതൊന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. അൾട്രാ വയലറ്റ് സൂചികയിൽ സംസ്ഥാനത്ത് നമ്മുടെ കൊല്ലം ജില്ല 1-ാം സ്ഥാനത്താണ്. കൊട്ടാരക്കരയിലുള്ള ഒരു മിനി വെതർ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് വിവരങ്ങൾ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ. അതനുസരിച്ച് ജില്ലയിലെ അൾട്രാ വയലറ്റ് സൂചിക 7-ന് മുകളിലാണ്. പിന്നെ അതായത് 8ഉം 9ഉം ഒക്കെ. അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റ് സൂചിക 7-ന് മുകളിലെത്തിയാൽ അപകടമാണ്. അതുകൊണ്ട് നമ്മൾ തികഞ്ഞ ജാഗ്രത പാലിക്കണം, മുൻകരുതലുകൾ സ്വീകരിക്കണം. അപ്പോൾ ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. നമ്മൾ കഥയിലൊരു രാക്ഷസനെ കുറിച്ച് കേട്ടു. അതുപോലെ ഒരു രാക്ഷസനാണ് ഇങ്ങനെയുള്ള അൾട്രാ വയലറ്റ്, അപകടം വരുത്തുന്ന രാക്ഷസനാണ്. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. ആ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. കൂടുതൽ സമയം അൾട്രാ വയലറ്റ് വികിരണങ്ങൾ ശരീരത്തെ ഏൽക്കുന്നത് സൂര്യാതപത്തിനും സൂര്യാഘാതത്തിനും ത്വക്ക് നേത്ര രോഗങ്ങൾക്കും നിർജ്ജലീകരണം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് വഴിതെളിക്കും. അതായത് ഇത് കാരണമാകും. മുന്നറിയിപ്പായിട്ട് വന്ന പത്രവാർത്തയിൽ പറയുന്നത് വെയിലത്ത് ഇറങ്ങിയാൽ പാദരക്ഷകൾ ധരിക്കണം, തൊപ്പി, കുട, സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കുന്നതും ശരീരം മുഴുവൻ മറയുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നതും നന്നായിരിക്കുമെന്നാണ് ജില്ലയിലെ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രധാനമായിട്ട് നമ്മൾ ശുദ്ധജലം ധാരാളം കുടിക്കണം. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരണം. നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് തുടങ്ങിയവ ഒഴിവാക്കണം. അതും നന്നായിരിക്കും. ഇപ്പോൾ ഒരു ശീലമാണല്ലേ നമ്മൾ കുപ്പിയിൽ ഇറങ്ങുന്ന പാനീയങ്ങൾ കുടിക്കുക. അതെല്ലാം കാർബണേറ്റഡ് ഡ്രിങ്ക്സാണ്. ഞാൻ ബ്രാൻഡുകളുടെ പേരൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മൾ ഈ കുപ്പിയിലെ കളറ് പല നിറത്തിലൊക്കെ കാണുന്നതൊക്കെ നുരയും പതയൊക്കെ ഉള്ളതൊക്കെ കാർബണേറ്റഡ് ഡ്രിങ്ക്സാണ്. അത് അത്ര നല്ലതല്ല. നല്ലത് യഥാർത്ഥത്തിൽ നല്ല ധാരാളം വെള്ളം കുടിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മുടെ വളർത്തു മൃഗങ്ങളെ ശ്രദ്ധിക്കണം. ഈ സൂര്യപ്രകാശം, അതായത് തണലോ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് ഈ നമ്മുടെ കന്നുകാലികളെ ഒന്നും കൊണ്ട് നിർത്തരുത്. ചിലവർ തീറ്റയ്ക്കായിട്ട് പുല്ല് തിന്നാനോ മറ്റോ ഒക്കെ പറമ്പിൽ, ചിലപ്പോൾ വൃക്ഷങ്ങളൊന്നും കാണത്തില്ല, തണൽ കാണത്തില്ല, സൂര്യപ്രകാശം നേരിട്ട് അടിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് നിർത്തും. അതും അപകടമാണ്. അവയ്ക്കും ഈ അവസ്ഥ ഉണ്ടാകാം. നിർജ്ജലീകരണം അതൊരു രാക്ഷസനെ കണക്ക് ഇങ്ങനെ മുന്നിൽ നിൽക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ രേഖപ്പെടുത്തുന്ന താപനിലയിൽ അതിൻ്റെ ഒരു സ്ഥാനം പരിശോധിച്ചാൽ നമ്മുടെ കൊല്ലം ജില്ല 2-ാം സ്ഥാനത്താണ്. പുനലൂരിൽ 37 ഡിഗ്രി വന്നു. പാലക്കാട് മുന്നിൽ നിൽക്കുകയാണ് 38.3 ഡിഗ്രിയൊക്കെ ആയിട്ട്. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യപ്രകാശത്തിനൊപ്പം ഭൗമോപരിതലത്തിൽ നേരിട്ട് പതിക്കുന്ന അൾട്രാ വയലറ്റ് വികിരണങ്ങളുടെ അളവാണ് അൾട്രാ വയലറ്റ് സൂചിക. അപ്പോൾ വേനൽക്കാലത്തെ ഒരു പ്രത്യേകത എന്താണ്? നമ്മുടെ ആകാശമൊക്കെ തെളിഞ്ഞ് നിൽക്കും. ആ സമയത്താണ് ഇത്തരം കൂടുതൽ വികിരണങ്ങൾ ഭൂമിയിലേക്ക് എത്തുന്നത്. അത് വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്നൊരു പ്രക്രിയയാണ്. തെളിഞ്ഞ ആകാശത്ത് നിന്ന് കൂടുതൽ സൂര്യപ്രകാശം ഭൂമിയിൽ വന്ന് പതിക്കും. അപ്പോൾ അൾട്രാ വയലറ്റ് സൂചിക 5 വരെ സാധാരണ ഒരവസ്ഥയാണ്. പക്ഷെ അത് കടക്കുമ്പോഴാണ് പ്രശ്നം. 6 7 ആയാൽ നമ്മൾ മുൻകരുതലുകൾ സ്വീകരിക്കണം. 8 മുതൽ 10 വരെ ആയാൽ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ്. അപ്പോൾ നമ്മളൊക്കെ വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. 11-ന് മുകളിലായാൽ ഏറ്റവും ഗുരുതരമായ സാഹചര്യമെന്നാണ് മുന്നറിയിപ്പ്. നമ്മൾ കാലാവസ്ഥയൊക്കെ സൂക്ഷിക്കണം. എല്ലാം കൂടിക്കൂടി വരികയാണ്, ഒന്നും കുറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കഥയിലെ രാക്ഷസനുമായിട്ട് ഇതിനെ ഉപമിക്കുന്നത്. ഒരു രാക്ഷസ പ്രതിഭാസമാണ് ഇത്തരം ചൂടും അൾട്രാ വയലറ്റ് രശ്മികളും കാലാവസ്ഥ മാറി മാറി വരുന്ന കാലാവസ്ഥ പ്രതിഭാസങ്ങളുമൊക്കെ. എന്തായാലും അതൊക്കെ മാറട്ടെ അതിന് മനുഷ്യരെ കൂടി വിചാരിക്കണം.
ആത്മാർത്ഥമായിട്ട് വിചാരിക്കണം. എനിക്ക് തോന്നുന്നു മനുഷ്യർക്ക് അത്രയൊന്നും ആത്മാർത്ഥത പോരാ. പല രാജ്യങ്ങളും വികസിക്കാനുള്ളൊരു വ്യഗ്രതയിൽ കാലാവസ്ഥയെക്കുറിച്ചൊക്കെ വിസ്മരിക്കാനാണ് ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത്. ഫോസിൽ ഫ്യൂവൽസ്, അതായത് പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വികസിത രാജ്യങ്ങൾ അവർക്ക് കൂടുതൽ സമ്പന്നമാവാൻ ഇതൊക്കെ കത്തിച്ചേ പറ്റൂ എന്ന നിലപാടിലാണ്. എന്തായാലും നമ്മളൊക്കെ ചെറിയ തോതിലെങ്കിലും ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിച്ചും ഇപ്പോൾ ഹൈഡ്രജൻ ഫ്യൂവലൊക്കെ വരുന്നുണ്ട്, ഇതൊക്കെ ശ്രമം നടത്തുന്നുണ്ട്. കൂടുതൽ അങ്ങനെയുള്ള കാറ്റാടി യന്ത്രങ്ങളുമൊക്കെ പഠിപ്പിച്ച് കാറ്റാടി യന്ത്രങ്ങൾ വഴി കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചും അങ്ങനെ പല രീതിയിലും തിരമാലയിൽ നിന്ന് പറ്റുമെങ്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചും അങ്ങനെ എന്തൊക്കെ മാർഗങ്ങളിലൂടെ ഈ ഇന്ധനം കത്തിക്കാതെ ഉള്ള മാർഗങ്ങളിലൂടെയൊക്കെ നമ്മൾ ഊർജം സംഭരിക്കേണ്ടതുണ്ട്. അത് കാലത്തിൻ്റെ ആവശ്യമാണ്. ഇങ്ങനെ പോയാൽ എങ്ങനെയാണ്? ചുറ്റും ഇത്തരം ചൂട് വർദ്ധിപ്പിക്കുന്ന പ്രവണതകളിൽ നമ്മൾ മുഴുകിയാൽ നമ്മുടെ സുഖത്തിനും സൗകര്യത്തിനും ഒക്കെ വേണ്ടി അന്തരീക്ഷം അല്ലെങ്കിൽ കാലാവസ്ഥ ഒക്കെ ബലി കഴിപ്പിച്ചാൽ നല്ലതാണോ? നമുക്ക് നല്ലതല്ല, വരും തലമുറയ്ക്കും നല്ലതല്ല. പലപ്പോഴും ഇതൊക്കെ പറയുമെങ്കിലും ചർച്ചകൾ നടക്കുമെങ്കിലും അതിനെ ഗൗരവമായിട്ട് നമ്മൾ സമീപിക്കുന്നില്ല. അതിനൊരു മാറ്റം വരുത്താൻ ഓരോ പൗരനും ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ. എത്രമാത്രം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പണ്ടങ്ങോ പ്രചരിച്ചിരുന്ന ഒരു രാക്ഷസൻ്റെ കഥയാണ് പറഞ്ഞത്, ഒരു നാടോടിക്കഥ. അത് കഴിഞ്ഞ് പറഞ്ഞത് ഇപ്പോഴത്തെ നമ്മുടെ ദുസ്ഥിതിയാണ്. കാലാവസ്ഥ എന്നൊരു രാക്ഷസൻ എത്രമേൽ നമ്മളെ അസ്വസ്ഥമാക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കാലാവസ്ഥ എന്ന ഒരു രാക്ഷസൻ പിടിമുറുക്കാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അതിൻ്റെ കുറേയേറെ പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ട്. ഇനി എന്തൊക്കെ ആവും അതൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. തൽക്കാലം വിടവാങ്ങുന്നു. സൈനിങ് ഓഫ്, ബോണി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികളിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.